സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നാണ് കേട്ടോ ഞങ്ങൾ ഖത്തറിലേക്ക് പോണത്. ഇപ്പം രാവിലെ ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ട്. 10 മണിക്കാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ്. സോ ഞങ്ങളിപ്പോൾ അത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിറങ്ങി. വിഷ്ണുവേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിരുന്നു കേട്ടോ. എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൽക്കാരിലേക്കാണ് നേരെ പോയത്. ഇതിപ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഹോട്ടലാട്ടോ. അങ്ങനെ അവിടുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ പോയി ഇതാ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. എക്സൈറ്റഡ് ആണോ? തമ്സല്ല വായ എക്സൈറ്റഡ് ആണോ? പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളുടെ സീറ്റ് അടുത്തല്ല ഗൈസ്. ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹൗസ്ഫുൾ. അത്ര ഫ്ലൈറ്റ് ഹൗസ്ഫുൾ ആയ കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റൊന്നുമില്ല. ഞാൻ മിഡിലും വിഷ്ണുട്ടൻ ബാക്കിലും അത്ര. എന്ത് ചെയ്യാനാ, റിക്വസ്റ്റ് ചെയ്ത് നോക്കണല്ലേ. ഓൾറെഡി ചെക്ക് ഇൻ സമയത്ത് ഞങ്ങളവിടെ ചോദിച്ചു, പക്ഷേ ഇന്ന് ഫ്ലൈറ്റ് ഫുൾ ആയതുകൊണ്ട് ചാൻസ് കുറവാന്നാ പറഞ്ഞത്. ഇനി അടുത്തിരിക്കണ ഒരു കനിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. ബോർഡിങ് തുടങ്ങിയിട്ടോ, പിന്നെ ഞങ്ങൾക്ക് കയറണം. പക്ഷെ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ വേറെ ഇരിക്കണ്ടേ. പിന്നെ വിഷ്ണുവിൻ്റെ വിൻഡോ സീറ്റ്, എനിക്ക് മെഡില്ല അത്ര. എന്ത് കഷ്ടം. നോക്കട്ടെ, ആരും തരും തോന്നുന്നില്ല. പിന്നെ കൂട്ടാതെ പോയി. സോൺ 2 ആയതുകൊണ്ട് ഞാൻ സോൺ 4. ഇവിടെ കഴിവ് തെളിയിച്ചു ഇത്ര. അങ്ങനെ അവസാനം ഞങ്ങൾ ഒപ്പിട്ട് ഗൈസ്, 2 പേരുള്ളൊരു കപ്പിൾ സീറ്റ്. ഒരാളെ പറഞ്ഞോട്ട് വിടുന്നു. അങ്ങനെ ഖത്തർ എയർവേസ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. സോ ഇരുത്ത സുഖം ഉണ്ടായിരുന്നു, നല്ല ലെഗ് സ്പേസും ഉണ്ടായിരുന്നു. അതാണല്ലോ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഒരു റിഫ്രഷിംഗ് ടവലാണ് കിട്ടിയത്. ഇനി ബാക്കിൽ സ്നാക്സ് ഒക്കെ വരും. ഫൈനലി ഫുഡ് എത്തി ഗൈസ്. വിഷ്ണുട്ടൻ ലാമ്പ് ബിരിയാണിയും ഞാൻ ചിക്കൻ വിത്ത് റൈസൊക്കെ പറഞ്ഞത്. ഞാൻ വലിയൊരു വൈൻ പറഞ്ഞു, പക്ഷേ നമ്മുടെ ടേസ്റ്റ് അല്ല. ഇത് ആലോചിച്ച് നോക്ക്, ഇത് മധുരമില്ല, പാളി. വിഷ്ണുട്ടാ ഫുഡ് എങ്ങനെയുണ്ട്? അമ്മേ വൈനടിച്ചൊക്കെ ഇറങ്ങി ഇത്ര. ഞാൻ നെഞ്ഞ് നേറിട്ടോ, ശരിക്കും നെഞ്ഞ് നേറി ഗൈസ്. ഞാൻ കുറേ മുടി കിട്ടും, മുടി അഴിച്ചിടും. അപ്പം ഞങ്ങൾ കയറിയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു 3 hours മോറില്ലേ. എന്തോ ഇഷ്ടം എമർജൻസിയിലാക്കി ചിരിക്കണോ വയ്യേ. പിന്നെ ഒരു ബിസ്ക്കറ്റും മാംഗോ ജ്യൂസും കിട്ടി. അങ്ങനെ അതാ 4.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ നല്ലോണം ഉറങ്ങി. വിഷ്ണുവേട്ടൻ സിനിമ എന്തൊക്കെയോ കണ്ടു. ഫൈനലി നമ്മളിതാ ലാൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. നല്ല തിരക്കൊഴിഞ്ഞിട്ട് ഉള്ളൊരു സ്ഥലം കേട്ടോ, ആരും കാണാനില്ലല്ലോ. ഞങ്ങളുടെ പെട്ടിയൊക്കെ പോയി പെറുക്കിയെടുത്തു. ഇനി നേരെ റൂമിലേക്കാണ് പോണത്. പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ടുള്ളൂ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റാണ് എടുത്തത്. ഇതിൽ 3 BHK ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സ്പേസ് ഉണ്ട്. സാധനങ്ങളൊക്കെ പരത്തി നിരത്തി വെച്ചിട്ടാണ്. അതുകൊണ്ട് ആദ്യം ഞാനിപ്പോൾ കിച്ചൺ കാട്ടിത്തരാം. അതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. പക്ഷെ അധികവും ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ കഴിക്കുള്ളൂ. ഇതും നല്ല വലിയ റൂമാട്ടോ. 2 സിംഗിൾ ബെഡൊക്കെ ഉണ്ട്. തല്ലുകൂടിയാൽ നമുക്ക് മാറിക്കിടക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അടുത്തത് വേറൊരു റൂം. ചെറിയ റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ വൈകുന്നേരം ആയപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിട്ടോ. പിന്നെ പതിവ് തെറ്റിച്ചില്ല, നേരെ അങ്ങോട്ട് കഴിക്കാൻ പോയി. ഇവിടുത്തെ സാംസാം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞ പാടതാ വില്ലാജിയോ മാളിക്കാണ് കേട്ടോ പോണത്. ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ട്. പക്ഷെ എല്ലാവരും പറഞ്ഞത് ഇതിലേറെ തണുപ്പായിരുന്നു കഴിഞ്ഞ മാസം എന്നൊക്കെ. പുറത്ത് നോക്കുമ്പോൾ നല്ല ഉണ്ടപ്പം പൂച്ച. ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം തന്നെ സമയം ഇവിടുത്തെ 10 മണി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതിൻ്റെ ഒരു സീലിങ്ങും അതുപോലെ വെള്ളമൊക്കെ കാണാൻ. ഞങ്ങൾ ഈ തോണിയിൽ കയറി വരാം. ആരോമൽ തോണിയിൽ. വാ, ലെറ്റ്സ് ഗോ.
ഈ 2 തോണി ഞങ്ങൾ കണ്ടപ്പോൾ അവിടെ കൊണ്ടു ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് നിർത്തി. എന്ത് കഷ്ട. വരുന്നിങ്ങനെ വിചാരിച്ച് വെയിറ്റ് ചെയ്ത് കേട്ടോ ഞങ്ങള്. നമ്മളിപ്പോൾ നല്ല രസത്തിലുള്ള വഞ്ചിയിലൊക്കെ പോണത്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നൈസ് ഫീൽ. ഇവിടുത്തെ സമയം നമ്മളവിടെ രാത്രി 1:05. ഇവിടുത്തെ എത്ര 10 മണിയോ 10:30. തോണിയിലേക്കാണ് പോണിത്ര. നല്ല രസമുണ്ട് കേട്ടോ ഇതിലിങ്ങനെ പോവാനൊക്കെ. ഓ കാറ്റേ നീ വിഷരുതിപ്പോ. രോമൽ തോണിയിലാണ് വിഷ്ണുട്ടൻ പോണത് ഇത്ര. അയ്യ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അങ്ങനെ നടക്കുമായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെയാണോ രാത്രിയാണോ ഒന്നും മനസ്സിലാവണില്ല, സീലിംഗ് ഇങ്ങനെ ആയതുകൊണ്ട്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. ഇന്നലെ അത് കഴിഞ്ഞോടുകൂടി ഞങ്ങൾ നേരെ റൂമിൽ പോയി അങ്ങോട്ട് ഫ്ലാറ്റായി. ഇന്ന് നല്ല എക്സൈറ്റഡും ഹാപ്പിയാണ് കേട്ടോ. ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ബനാന ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോണത്. സോ മാച്ച് ഡ്രസ്സും കമ്മലൊക്കെ ഇട്ടിട്ട് ഒരു ബീച്ച് വൈബാണ് പിടിക്കുന്നത്. സോ ഞങ്ങൾ ഇന്ന് നിൽക്കാൻ പോകുന്ന ആ ഒരു റിസോർട്ടിൽ പൂളിലിടാനുള്ള ഡ്രസ്സ് മാത്രം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ആറന്തിക്ക് വന്നതല്ലേ. ചെക്ക് ചെയ്ത് നോക്കാം. ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇല്ലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതിൻ്റെ ഇതിൽ ഞങ്ങൾക്ക് കഴിക്കണം, വിശക്കുണ്ട്, കുറേ പണികളുണ്ട്. ആദ്യം എന്തായാലും ഇത് ഇല്ലാക്കാം. നല്ല വലിയ ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മളുടെ അവിടത്തേക്ക് ബ്രാഞ്ചിനെക്കാട്ടിലൊക്കെ നല്ല വലിപ്പമുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ബോട്ട് കയറിയിട്ട് വേണം ഐലൻഡിലേക്ക് പോകാൻ. സോ ലഞ്ച് ലൈറ്റാക്കി, അല്ലെങ്കിൽ ബോട്ടിലിരുന്ന് കുലുങ്ങി ഛർദ്ദിക്കാൻ വന്ന സീനാവും. സോ സൂക്ക് വാക്കിഫിൻ്റെ അടുത്തുള്ള ഈ ഒരു പോർട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ കയറാൻ പോണത്. സോ ഗൈസ്, ഞങ്ങൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ബോട്ടിൽ പോയിട്ട് വേണം തോന്നുന്നു ഐലൻഡിലേക്ക് പോകാൻ. നല്ല രസമുണ്ട് കേട്ടോ ബാക്കിലൊക്കെ കാണാൻ. ചെറുവെയിലുണ്ട് ഇപ്പോൾ. ആ റിസപ്ഷനിലാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ ശരിയാക്കുകയാണ്, ടിക്കറ്റ്സ് ഒക്കെ കാണിക്കാൻ നിൽക്കുകയാണ്. ചില്ലറ കാറ്റല്ല, നല്ല കാറ്റുണ്ട്. അങ്ങനെ ദാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബോട്ട്. ഇപ്പോൾ ഇവിടുത്തെ 1:30 ആയിട്ടോ. ഉള്ളിൽ കയറിയപ്പോഴോ നല്ല സുഖം. ശരിക്കും ഒരു ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്നൊരു ഫീലാണ്. പോവാൻ തുടങ്ങിയിട്ടോ. നല്ല രസമുണ്ട്. അറിയ പോലും ഇല്ല പോണത്. സൈഡിലേക്ക് അതാണ് ഈ ഒരു കറ പോലെ. ശരിക്കും പോകുന്നുണ്ട് ഗൈസ്. തലമിന്നുണ്ടേ. ബോധം പോയോ? ഗായ്സ്, ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ പറയുക. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളപ്പോൾ ഇവിടുത്തെ റിസപ്ഷൻ ഏരിയയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവർ 3 PM ആവും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് പറയണത്. അങ്ങനെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഗായ്സ്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഞാനതിൻ്റെ ഉൾഭാഗമൊക്കെ കാട്ടിത്തരാം. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷെൽഫ് കാര്യങ്ങളൊക്കെ, ആൻഡ് ഇങ്ങനെ വന്ന ഇവിടെ കണക്ഷൻ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ബാത്റൂമൊക്കെ കേട്ടോ. പിന്നെതാ ഇതാണ് റൂം. ഏതപ്പോൾ ഫാനിൻ്റെ ചിറക്. ഏറ്റവും രസം എന്ന് പറയണത് ഇതാ ഈ ഒരു ബാൽക്കണി. നോ വേർഡ്സ്. നമുക്കിതാ ചെറിയൊരു ബെഡ് ടൈപ്പ് സെറ്റപ്പ് ഉണ്ട്. ഇരിക്കാൻ 2 കുഷ്യൻ ചെയറൊക്കെ. ദെൻ ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ, അയ്യോ എന്ത് ഭംഗിയാ. ശരിക്ക്
മാൽദീവ്സിലൊക്കെ പോയ പോലെ ഉണ്ട് കേട്ടോ. സോ നൈസ്. ഇവിടെ അതെ ഒരു ഇതുണ്ട് നമുക്ക്. അയ്യോ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പറയാൻ പറ്റണില്ല. അത്രയും അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരിക്കും ഞാൻ മാൽദീവ്സിലാണ് നിൽക്കണമെന്ന് തോന്നുന്നു. അത്രയും സൂപ്പറായിട്ടുണ്ട്. നല്ല കാറ്റും ഉണ്ട് ഇപ്പോൾ. വാട്ടർ സ്പോർട്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവാം. ഇപ്പം ഞങ്ങൾ ഇവിടെ കണ്ട് എൻജോയ് ചെയ്യുക. ഇവിടെ അങ്ങനെ സമയം കൂടുന്തോറും നല്ല രസം കേട്ടോ. നല്ല രസം പറഞ്ഞാൽ നല്ല രസം. പക്ഷെ ഈ വെയിലൊന്ന് ആറിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് താഴേക്ക് പോവാൻ. ഇവിടെ കഴിക്കാൻ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ ഇനി. ഉണ്ടല്ലോ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാട്ടോ. സോ അമേസിങ് അല്ലേ? ആ ബാക്കിലൊക്കെ കണ്ടോ? നമ്മളത് ആ കലക്കിലാണ്. അതല്ലേ നമ്മുടെ ആ ഡോറ് തുറന്നതാണോ നമ്മുടെ? ഓക്കെ. വേറെ എവിടെയോ മാൽദീവ്സ് തന്നെ. അവിടെ അഡ്വഞ്ചർ പാർക്കാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവും. സോ ഗൈസ് ഞങ്ങൾ ഇനി ഇപ്പൊ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങണ്ടേ? ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ട്. ഇനി വേഷം മാറിയ പിന്നെ നേരെ ഓരോന്നിലേക്കാണ്. ഞാൻ ഇപ്പോഴും ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുക. ഗൈസ് ഞാൻ കുറച്ച് നേരമായിട്ട് ഈ ഒരു ഭംഗി ഞങ്ങളെ ഫോട്ടോയിൽ കിട്ടണില്ലല്ലോ. എന്താ? അയ്യോ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് പോണ്ട, നമുക്കിവിടെ സെറ്റിലാവും. അപ്പം ഞങ്ങൾ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി താഴെ ബഗ്ഗി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. 24 hours ഇവരുടെ സർവീസ് ഉണ്ട്. സോ താഴെ ഇറങ്ങി നിൽക്കുമ്പോഴേക്കിനും ഇവർ വരും. അങ്ങനെ അതാ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കുറേ സ്ഥലങ്ങളുണ്ട്, പല ടൈപ്പ്. എവിടെ സിപ്പ് ലൈനിൽ പോകണ്ടോ? അങ്ങനെ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറ്റി ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ ഇറങ്ങിയതാ. നല്ല തണുത്ത കാറ്റാട്ടോ ഇപ്പോ. അയ്യോ അവിടെയൊക്കെ കുറെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്, സ്പോർട്സ് ഐറ്റംസ് ഒക്കെ. ചിലപ്പോൾ ഞങ്ങൾ അതിൽ പോവും. നോക്കട്ടെ. ഫുൾ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഞാനില്ല അമ്മി. ഞങ്ങൾ ആർത്തി കാട്ടിട്ട് അങ്ങോട്ട് പോയി. അവരുടെ ഇടല് കണ്ടോട് കൂടിയിട്ടുണ്ടല്ലോ, പൂതിയുടെ മതിയായി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇപ്പോ വേറെ ഒരാളത് സിപ്പ് ലൈനിൽ പോണു. ഓ തണുക്കണ്ടേ. ഗൈസ് ഇതാണ് കുട്ടികളുടെ എല്ലാ വലിയ ആൾക്കാരെ പൂളാത്രേ. പക്ഷെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊരു മനുഷ്യന്റെ കുട്ടീനെ ഇവിടെ കാണാല്ല കേട്ടോ. അതാണ് വേറൊരു വിഷമം. ഗൈസ് ഇതാണ് ഇവിടുത്തെ മെയിൻ പൂൾ. ഇല്ല ഞാനവിടെ ചെറുത് നിൽക്കാറില്ല. പിന്നെ പറമ്പുമാരി ഒരു ടെന്നീസ് കോർട്ട് കിട്ടി. വേഗം വിഷ്ണുമാരി 2 ബാറ്റ് കൊണ്ട് വന്നിട്ടു. ഞങ്ങള് തമ്മിൽ അത്ര മത്സരം. ആയിക്കോട്ടെ. ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ എന്തോ മല മറിച്ച പോലെ ഉണ്ട്. കുറെ ഓടി തളർന്നു പറയും പന്ത് പിടിക്കാൻ പോയിട്ട്. ആകപ്പാടെ കുഴങ്ങി. പക്ഷേ തണുപ്പ് കാരണം പൂളിൽ ഇറങ്ങാൻ വയ്യ. സോ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുക. കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. സോ ഹാപ്പി ഹണിമൂൺ എന്നൊക്കെ ഒരു കേക്ക്. ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ വിഷ്ണു കേട്ടാ. കാണാൻ എങ്ങനെയുണ്ട്? ചിരി പടർത്തിയായിരിക്കണം. എന്താ ഗായ്സ് ഞങ്ങളങ്ങനെ അഡ്വഞ്ചർ പാർക്കിൽ പോയി ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല കുളിയൊക്കെ കുളിച്ച് ഇപ്പം അതാ ഫുഡ് കഴിക്കാൻ പോവാന്നൊക്കെ കേട്ടോ. നല്ല തണുത്ത കാറ്റ്. തണുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില്ലറ തണുപ്പല്ല.
ബാക്കിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തു, എന്നാലും എവിടേക്കോ കാണുന്നുണ്ടല്ലേ. അതെ അതെ, പോയോക്കട്ടെ. ഇപ്പൊ ഇവിടെ സമയം 9:30. ഈ നേരത്തും നല്ല കാറ്റും വെളിച്ചവും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും കാറ്റിന് ഒരു കുറവുമില്ല കേട്ടോ, നല്ല തണുപ്പ്. ഞങ്ങൾ അവിടെ ഇരിക്കാൻ നോക്കിയപ്പോൾ നല്ല കാറ്റ് കാരണം പിന്നെ ഇങ്ങോട്ട് വന്ന് ഇരുന്നതാട്ടോ. പിന്നെ അങ്ങനെ ഒരു തീയൊക്കെ കത്തിച്ചൊക്കെ തരുന്നുണ്ട്. കുറേ ഫ്ലൈറ്റൊക്കെ പോണുണ്ട്. ഇപ്പോൾ ഇതാ ഒന്ന് പോകുന്നുണ്ട്. വിശപ്പുകൊണ്ട് ഫുഡ് കഴിക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇന്നിപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കിയൊക്കെ ഇനി അടുത്ത വ്ളോഗിൽ കാണാം.